വബറകാതുഹു. സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ അല്ലേ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയപ്പെട്ട സഹോദരിമാരെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ എല്ലാ ദിവസവും ഇത്തരത്തിലുള്ള ദീനിയായ ക്ലാസ്സുകൾ ശ്രമിക്കുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. അതിൽ ഇന്നലെയാണ് എൻ്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നത്. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ റബ്ബിൻ്റെ ഒരു ഖദർ, എൻ്റെ ലാപ്ടോപ്പ് പെട്ടെന്ന് ഓഫായി പോകുന്നൊരവസ്ഥ ഉണ്ടായി. ഞാൻ ഓഫീസിൽ അവിടെ സ്റ്റുഡിയോയിലാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ കേബിളാണെന്നുണ്ടെങ്കിൽ ചാർജ് ചെയ്യുന്ന കേബിളാണെന്നുണ്ടെങ്കിൽ വീട്ടിലായിരുന്നു. പിന്നെ അവിടുന്ന് പോയി തിരിച്ചു കൊണ്ടുവന്ന് വീണ്ടും ക്ലാസ് എടുക്കുക എന്ന് പറയുമ്പോൾ കുറേ സമയം പോകും എന്നുള്ളത് കൊണ്ടാണ് പിന്നെ അത് ഇന്നത്തേക്ക് എടുക്കാൻ പറ്റുമോ എന്നുള്ളതിൽ കുറച്ച് ഭാഗങ്ങൾ കൂടി എൻ്റെ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാമെന്ന ഉദ്ദേശത്തിലിരിക്കുന്നത്. ഇന്നലത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിരുന്നോ? എന്താണ് എല്ലാവരുടെയും അവസ്ഥ? മനസ്സിലായിട്ടുണ്ടായിരുന്നോ? ഒന്ന് കമൻറ്റിൽ നല്ല കുറേ കമൻ്റ് ഇട്ടോണ്ടേ. ഓക്കെ, അൽഹംദുലില്ലാ. കുറേ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലേ? ഓക്കെ, അൽഹംദുലില്ലാ. അള്ളാഹു സ്വീകരിക്കട്ടെ എന്തായാലും. അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞ ഭാഗങ്ങൾ ഇന്നലെ കേറാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി, അതേപോലെ ഇന്നലെ കേട്ട ആളുകൾക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന നിലക്കും ചെറിയ രൂപത്തിലൊന്ന് പറഞ്ഞു പോകാം. കൂടുതൽ സമയം ഇല്ല, നമ്മൾ വളരെ കുറഞ്ഞ സമയത്തിന് എനിക്ക് ഇതിൻ്റെ ഇടയിൽ ഒരു മീറ്റിങ്ങിൽ കയറേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. കോപത്തെ എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നലെ വിശദീകരണം തുടങ്ങി വെച്ചത്, അല്ലെങ്കിൽ വിഷയം അതായിരുന്നു. അതിൽ നമ്മൾ എന്താണ് കോപം എന്നുള്ളത് നിങ്ങളോട് ചോദിച്ചു. പിന്നെ പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞു. എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ അതിൻ്റെ ഒരു കണ്ടന്റ് പറഞ്ഞു. ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം കാണുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ അതിനെ എതിർക്കാനായി അയാൾ പ്രകടിപ്പിക്കുന്ന വികാരമാണ് കോപം അഥവാ ദേഷ്യം, അല്ലെ? മറ്റൊരാൾ ചെയ്യുന്ന ഒരു പ്രവർത്തനം ഒന്നുകിൽ നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കുക, അത് കാണുന്ന സമയത്തോ കേൾക്കുന്ന സമയത്തൊക്കെ അത് നമുക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ നമ്മൾ അതിനെ എതിർക്കാൻ വേണ്ടി പ്രകടിപ്പിക്കുന്ന വികാരമാണ് കോപം. അപ്പൊ അത് അപകടമാണോ ആവശ്യമാണോ എന്നുള്ളതിൽ ആവശ്യമുള്ള രംഗങ്ങളുണ്ട്, എന്നാൽ ഭൂരിഭാഗവും അപകടമാണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആവശ്യമുള്ള ഘട്ടങ്ങൾ ഏതൊക്കെയെന്നുള്ളത് ചെറിയ രൂപത്തിലൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ എപ്പോഴാണ് ഈ കോപം പ്രശ്നമാവുക എന്ന് ചോദിച്ചാൽ, അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നൊരവസ്ഥയിലേക്ക്, വല്ലാതെ അത് ബാധിക്കുന്നൊരവസ്ഥ ഉണ്ടാകുകയും നമ്മൾ പലപ്പോഴും എല്ലാം കോപിച്ചതിന് ശേഷം, ദേഷ്യപ്പെട്ടതിന് ശേഷം പിന്നെ നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നുന്ന ചില ചിന്തകൾ, അത് കുറച്ച് കൂടിപ്പോയി, അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു, അങ്ങനെ ചെയ്യണ്ടായിരുന്നു, പറഞ്ഞത് മോശമായി, ഇങ്ങനത്തെ കുറേ അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ പിന്നീട് നമ്മൾ നിരാശയിലാകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കോപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് അത് വരാനുള്ള കാരണം എന്താന്നുള്ളതാണ് ആദ്യം നമ്മൾ പരിശോധിച്ച്. നമുക്ക് ദേഷ്യം വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം ചോദിച്ചറിഞ്ഞപ്പോൾ അതിൽ ഒറ്റ വാക്കിലാണ് നമ്മൾ അതിൻ്റെ ഉത്തരം പറഞ്ഞത്: മറ്റുള്ളവരുടെ പെരുമാറ്റം. അത് മക്കളാവാ, ഭർത്താവാകാ, ഉമ്മയാവാ, സഹോദരിയാവാ, അയൽവാസിയാകാ, കുടുംബക്കാരാവാ, ആരാണെങ്കിലും മറ്റുള്ളവരുടെ പെരുമാറ്റം എനിക്കിഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ ദേഷ്യപ്പെട്ടു. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്തത്? മറ്റുള്ളവർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണോ നമ്മൾ ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ അല്ല. മറ്റുള്ളവരെ എല്ലാവരുടെയും
തൃപ്തി നമുക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പൊ നമ്മുടെ ഇഷ്ടം നോക്കിയിട്ടല്ല അവരും ജീവിക്കുക. അവർക്ക് പറയാനുള്ളത് അവർ പറയും, അവർ ചെയ്യാനുള്ളത് അവർ ചെയ്യും. അത് ഏതൊരു സെൻസിൽ എടുക്കണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമ്മൾ അവിടെ ദേഷ്യപ്പെടുകയല്ല വേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ചെറിയ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ ദേഷ്യപ്പെടുന്നതിലൂടെ നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ എന്താ എന്നും ചെറിയ രൂപത്തിൽ നമ്മൾ പറഞ്ഞു. അതിൽ ബന്ധങ്ങൾ തകരുക, കുടുംബം അകലുക, അയൽവാസികൾ വെറുക്കുക, ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാകുക, നമ്മൾ ഒറ്റപ്പെടുക. അല്ലെ? ആ ഓരോ ഭാഗങ്ങളും നമ്മൾ കുറച്ച് സമയമെടുത്ത് തന്നെ വിശദീകരിച്ചതാണ്. എത്രത്തോളം എന്നാൽ അതിൻ്റെ അവസാനത്തിൽ പറഞ്ഞ ഒരു ഹദീസ്, ലാ തഗ്ലബ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളോട് പറഞ്ഞപ്പോൾ, നീ ദേഷ്യപ്പെടരുത് എന്ന് പറഞ്ഞപ്പോൾ, ആ ഒരു ദേഷ്യം എന്ന് പറയുന്ന വികാരത്തെക്കുറിച്ച് അയാൾ ആലോചിച്ച് നോക്കി. അപ്പൊ എല്ലാ ഷെറുകളും തുടങ്ങുന്നത് ആ ഒരു ദേഷ്യത്തിൽ നിന്നാണ് എന്നുള്ളതിനെ കുറിച്ചും നമ്മൾ പറഞ്ഞു. അല്ലെ? ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. എന്നിട്ട് നമ്മൾ ഈ ഒരു കഥ പറയാൻ വേണ്ടി വെച്ചു, അപ്പോഴേക്ക് കട്ടായി. അല്ലെ? ഓക്കെ, എന്നാൽ നമുക്ക് എന്താണ് ഈ ഒരു വിഷയത്തിലുള്ള ഒരു കഥ എന്ന് പറയാം. ഈ ഒരു കഥ പറയുമ്പോൾ ഈ കഥയിൽ നമ്മളുണ്ട്. ഈ കഥ നമ്മളെ കുറിച്ചാണ്. അഥവാ പല കാര്യങ്ങളും പറയുകയും പലപ്പോഴും ദേഷ്യപ്പെടുകയും പിന്നെ അവരുടെ അടുത്ത് പോയിക്കൊണ്ട് സോറി പറയുകയും ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് പിന്നെ വേണ്ടിയില്ലായിരുന്നു എന്ന് ചിന്തിക്കുന്ന ആളുകൾ, ദേഷ്യപ്പെടാനുള്ളതൊക്കെ ദേഷ്യപ്പെട്ടതിന് ശേഷം വല്ലാതെ അതിനെ പറഞ്ഞതിന് ശേഷം നമ്മുടെ നാവിൽ നിന്ന് വരാൻ പാടില്ലാത്ത പലതും വന്നതിന് ശേഷം പിന്നെ മാറിയിരുന്നു കൊണ്ട് കരയുന്നവരുടെ കഥയാണിത്. അങ്ങനെയുള്ള ആളുകൾ കേൾക്കേണ്ട ഒരു കഥയാണിത്. അപ്പൊ എന്താണ് ഈ ഒരു കഥയിലുള്ളത് എന്ന് ചോദിച്ചാൽ, ഒരു ഉപ്പയും ഒരു മകനും ഉണ്ടായിരുന്നു. അപ്പൊ ഈ മകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാതെ ദേഷ്യപ്പെടുന്ന ഒരാളായിരുന്നു. ചിലപ്പോഴൊക്കെ നമ്മളും പറയും മക്കൾ ഭയങ്കര ദേഷ്യമാണ്, ചൂടനാണെന്നൊക്കെ പറയും. അപ്പൊ അങ്ങനത്തെ ഒരു ചൂടൻ മകനായിരുന്നു ഈ മകൻ. അപ്പൊ ഈ വാപ്പ എന്തൊക്കെ ആ കുട്ടിയെ ഉപദേശിച്ചിട്ടും ശാസിച്ചിട്ടും അവനെ ഗുണദോഷിച്ചിട്ടും ഒന്നും ഈ കുട്ടിക്കൊരു മാറ്റം ഉണ്ടാവണില്ല. ഈ ഉപ്പ തികച്ചും പരാജയപ്പെട്ടു. അങ്ങനെ ഒരു ദിവസം ഈ ഉപ്പ ആ നാട്ടിലുള്ള കുറച്ച് ദീനിയായ കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരു ഉസ്താദിന്റെ അടുക്കൽ, അല്ലെങ്കിൽ ഒരു ഗുരുവിന്റെ അടുക്കൽ പോയി. അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ മകന് വലിയ പ്രശ്നമാണ്, വല്ലാത്ത ദേഷ്യം അവനുണ്ട്. അപ്പം എന്താണ് പറയണത്, എന്താ ചെയ്യണത് എന്നുള്ളത് നമുക്കൊന്നും സങ്കല്പിക്കാൻ കഴിയൂല. ആ രൂപത്തിൽ അവൻ പറയും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അവൻ സോറിയും പറയും. പക്ഷെ അവൻ ഭയങ്കര പ്രശ്നം അവനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓൻ്റെ കാര്യം നിങ്ങളൊന്ന് ഇടപെടാമോ എന്ന് ഈ ഒരു ഗുരുവിനോട് ഈ ഉപ്പ വന്ന് പറഞ്ഞു. അപ്പൊ ഈ ഗുരു എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പാക്കൊരു കാര്യം പറഞ്ഞു കൊടുക്കണം. ഉപ്പാന്റെ കയ്യിൽ കുറച്ച് ആണി കൊടുത്തിട്ട് ആ ഉപ്പാനോട് പറഞ്ഞു, ഇത് നിങ്ങളുടെ മകന്റെ കയ്യിൽ കൊടുക്കണം. എപ്പോഴൊക്കെ അവന് ദേഷ്യം വരുന്നുണ്ടോ ആ സമയത്തെല്ലാം അവനോട് വീടിന്റെ ഒരു ഭാഗം കാണിച്ചിട്ട്, ഒരു ചുമരിന്റെ ഒരു ഭാഗം കാണിച്ചിട്ട് അവിടെ ഈ ഒരു ആണി കൊണ്ട് അടിച്ചാൽ മതി. അവനോട് ഇത് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ അടിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഉപ്പ വീട്ടിലെത്തി. എന്നിട്ട് മകനെ വിളിച്ചു. കുറച്ചു നേരം മകനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഉപ്പ കയ്യിലുണ്ടായിരുന്ന ആ കുറച്ച് ആണി എടുത്തിട്ട് മകന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നിനക്ക് എപ്പോഴെങ്കിലൊക്കെ ദേഷ്യം വരുമല്ലോ, നിനക്ക് ദേഷ്യം വരുന്ന സമയത്തൊക്കെ ഈ ഒരു ആണി എടുത്തിട്ട് ചുമരിൽ അടിക്കണം. നീ ഒന്നും പറയണ്ട, നീ എന്ത് ചെയ്താൽ മതി, ഈ ചുമരിൽ ഇത് അടിച്ചാൽ മതി. ദേഷ്യം വരുമ്പോൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. ഈ മകൻ ആ ആണി വാങ്ങി കയ്യിൽ പിടിച്ചു. അങ്ങനെ അവന് ഇടക്കിടക്കൊക്കെ ദേഷ്യം വരാൻ തുടങ്ങി. ദേഷ്യം വരുമ്പോഴൊക്കെ ഇവൻ എന്ത് ചെയ്യും, ചുമരിൽ പോയിട്ട് ആണി അടിക്കും. കുറച്ച് ദിവസം കഴിഞ്ഞു. പാപ്പാന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉപ്പ നിങ്ങൾ തന്ന ആണിയൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പോ ഉപ്പ കുറച്ചുകൂടി കൊടുത്തു. വീണ്ടും അവൻ എന്ത് ചെയ്യാണ്, ഈ ആണി തറക്കാൻ വേണ്ടി പോകണം. ആദ്യത്തിനേക്കാൾ കുറച്ചുകൂടി കുറഞ്ഞു. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവനെങ്ങനെ ആലോചിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, ദേഷ്യം വരുമ്പോൾ ഞാൻ ആണി എടുത്ത് പോയിട്ട് അടിക്കണ്ടേ, അതിലും നല്ല തൽക്കാലം ദേഷ്യപ്പെടാതിരിക്കാം. അവൻ ക്ഷമിക്കാൻ തുടങ്ങി. പലതും പറയാതിരിക്കാൻ തുടങ്ങി. പലതിലും അവൻ വിട്ടുവീഴ്ച കാണിക്കാൻ തുടങ്ങി. എങ്കിലും കുറച്ചു കാലം കൂടി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ആ ആണിയും തീർന്നു.
എന്നിട്ട് ഉപ്പാൻ്റെ അടുത്ത് വന്നിട്ട് പറയണം, ഉപ്പ ആ നിങ്ങൾ തന്ന മുഴുവൻ ആണിയും തീർന്നിട്ടുണ്ട്. ഉപ്പ നേരെ മകനെയും കൂട്ടിയിട്ട് നീ എവിടെയാണ് അത് അടിച്ചത് എന്ന് ചോദിച്ചു. അങ്ങനെ മകൻ കാണിച്ചു കൊടുക്കുകയാണ്, ചുമര് കാണിച്ചു കൊടുത്തു. അവിടെ ഒരുപാട് ആണി ഇങ്ങനെ തറച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ വാപ്പ പറഞ്ഞു, മോനെ നീ അതൊക്കെ ഒന്ന് പറിച്ചെടുക്കാൻ നോക്കു വെച്ചു. അങ്ങനെ മകൻ എന്ത് ചെയ്തു വെച്ചാൽ കുറച്ച് സമയമെടുത്തിട്ട് തന്നെ അതിൻ്റെ ഓരോ ആണിയും പറിച്ചെടുത്തു. എന്നിട്ട് ഈ വാപ്പക്ക് കാണിച്ചു കൊടുക്കുകയാണ് ആ ചുമര്. ആ ചുമരിലാകട്ടെ ആകെ കുഴികളായിരുന്നു. പല ഭാഗത്തും പെയിന്റ് പോയിരുന്നു, പല ഭാഗത്തും സിമന്റ് ഇളകിയിരുന്നു. ആകെ വൃത്തികേടായ ഒരവസ്ഥയായിരുന്നു. ആ സമയത്ത് വാപ്പ മകനോട് പറഞ്ഞു കൊടുക്കുകയാണ്, നീ ദേഷ്യം വരുന്ന സമയത്ത് പലതും ഞങ്ങളോട് പറയാറുണ്ട്. ഒരു ഉമ്മയോടും ഉപ്പയോടും പറയാൻ പാടില്ലാത്ത, സഹോദരങ്ങളോട് പറയാൻ പാടില്ലാത്ത, അയൽവാസികളോട് പറയാൻ പാടില്ലാത്ത പലതും ദേഷ്യത്തിൽ നീ പറയും. പക്ഷെ കുറച്ചു കഴിഞ്ഞ് നീ സോറിയും പറയാറുണ്ട്. നീ ആ സോറി പറയുമ്പോൾ ഒരു ചുമരിലേക്ക് ആണിയടിച്ച് പിന്നെ ആ ഒരു ചുമരിൽ നിന്ന് ആണി വലിച്ചൂരിയാലും ആ പാടവിടെ ഉണ്ടാവും. അതുപോലെയാണ് നിന്റെ സോറി പറച്ചിലും നിന്റെ ദേഷ്യപ്പെടലും. നീ ആണി തറക്കുന്നുണ്ട്, പക്ഷെ അത് വലിച്ചൂരുമ്പോൾ നീ സോറി പറയുമ്പോൾ അവരുടെ, നീ ആരോടാണോ ദേഷ്യപ്പെട്ടത് അവരുടെ മനസ്സിൽ വലിയ ആഴത്തിലുള്ള മുറിപ്പാടുകൾ ഉണ്ടാവുന്നുണ്ട്. അവരുടെ കൽബ് കീറി മുറിയുന്ന രൂപത്തിലുള്ള വാക്കുകൾ നീ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ മോന് ഇനി അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും പറയരുത് എന്ന് ആ ഉപ്പ വളരെ ഗുണകാംക്ഷയോടുകൂടി പറയുകയും ആ കുട്ടി അത് ബോധ്യപ്പെടുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇത് തികച്ചും സാങ്കല്പികമായ ഒരു കഥയാണെങ്കിലും ഒരു പക്ഷെ നമ്മൾ ഓരോരുത്തരും ചില ആളുകളെ കുറിച്ച് നമ്മളിങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ, നമ്മുടെ നാത്തൂനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിക്കാണെങ്കിൽ, നമ്മുടെ മൂത്തച്ഛനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ആ അമ്മായിനെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? ആ ഒരു എളാമനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ അവര് നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തെക്കാളും സഹായങ്ങളെക്കാളും ഒരു പക്ഷേ അന്ന് അവര് ദേഷ്യപ്പെട്ട ആ ഒരു കാര്യം അല്ലെ, എല്ലാവരുടെ മുന്നിലും വെച്ചുകൊണ്ട് അവരെന്നോടൊന്നാലും അങ്ങനെ പറഞ്ഞുതരും. എല്ലാവരുടെ മുന്നിൽ വെച്ചുകൊണ്ടും എന്നെ ഒന്നും അല്ലാതാക്കിയില്ലേ? എല്ലാവരുടെ മുന്നിലും വെച്ചുകൊണ്ടല്ല എന്നോട് ചൂടായത്. അവരതിനു ശേഷം എത്രയോ സോറി പറഞ്ഞു. ഒരു പക്ഷേ നമ്മളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടുണ്ടാകും, നമ്മളോട് മാപ്പ് ചോദിച്ചിട്ടുണ്ടാകും. പക്ഷെ എന്നാൽ പോലും നമ്മുടെ മനസ്സിന്ന് അതുകൊണ്ട് പോണില്ല. നമ്മൾ തന്നെ പറയാൻ എന്താണെന്നറിയോ, ഇത് മനസ്സിന്ന് പോകാൻ വല്ല വഴിയുണ്ടോന്ന് ചോദിക്കാം. ഈ അടുത്ത് എൻ്റെ അടുക്കൽ എനിക്കൊരു സഹോദരിയുടെ കോള് വന്നു. അവരുടെ ഒരു പ്രശ്നം പറഞ്ഞിട്ട് അവർ പറഞ്ഞു, എൻ്റെ അമ്മോശനും അമ്മായിമ്മയും അന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, അതിനുശേഷം ഇപ്പം അവരാകെ മാറിയിട്ടുണ്ട്. പക്ഷെ എന്നാലും അവരുടെ സ്നേഹപ്രകടനങ്ങളൊക്കെ കാണുമ്പോഴും ചിലപ്പോഴൊക്കെ അവരാ അന്നത്തെ പറഞ്ഞ ആ വാക്കിന്റെ മനസ്സിൽ ഇങ്ങനെ വന്നു നിൽക്കും. എത്രയോ കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്, 10-15 കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. ആ പറഞ്ഞത് ഇപ്പോഴും അവരുടെ മനസ്സിനെ ഇങ്ങനെ കീറി മുറിച്ചുകൊണ്ടിരിക്കണം. അവിടെ നമ്മൾ ആലോചിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ പറഞ്ഞ ചില വാക്കുകൾ, നമ്മുടെ ചില ഇടപെടലുകൾ, നമ്മുടെ ചില പ്രതികരണങ്ങൾ, അത് എത്രയോ ആളുകളുടെ മനസ്സിനെ മുറിപ്പെടുത്തുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം ദേഷ്യം വെക്കുമ്പോൾ, നമ്മൾ ചില കാര്യങ്ങൾ പറയാൻ നിൽക്കുമ്പോൾ, നമ്മൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമ്പോഴൊക്കെ മനസ്സിലാക്കണം. ഇപ്പൊ ഇവിടെയാണ് നമ്മൾ എന്തിനാണ് നമ്മൾ ഇപ്പൊ ദേഷ്യം വെച്ചാലുള്ള പ്രശ്നങ്ങളെ കുറിച്ചാണല്ലോ പറഞ്ഞത്. അതൊരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു മനസ്സിലായി. ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കും. വ്യക്തിബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും അയൽപക്ക ബന്ധങ്ങളും അതൊക്കെ ഇല്ലാതാക്കുമെന്ന് മാത്രമല്ല, ശാരീരികമായി കൊണ്ട് തന്നെ പല പ്രശ്നങ്ങൾക്കും പല അവസ്ഥകളും നമ്മൾ നേരിടേണ്ടി വരുന്ന അവസ്ഥയുണ്ടാകും എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ ഈ കോപം ഒതുക്കി വെക്കുകയാണെങ്കിൽ എന്താ മെച്ചം? നമ്മൾ കോപം എന്താന്ന് പറഞ്ഞു, എപ്പോഴാണ് പല ആളുകളും കോപിക്കുക എന്നുള്ളത് പറഞ്ഞു, കോപിച്ചാലുള്ള പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ കോപം ഒതുക്കി വെക്കണം എന്ന് പറയണ്ടല്ലോ അല്ലെ. അവിടെ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ് പറഞ്ഞൊരു കാര്യം, വൽ കാളിമിനൽ ഗൈദ്, അവർ കോപം ഒതുക്കി വെക്കുന്നവരായിരിക്കും എന്ന് പറഞ്ഞു. അതായത് കോപം ഒതുക്കി വെക്കാൻ കഴിയുന്നത് കൊണ്ടാണല്ലോ അള്ളാഹ് പറഞ്ഞത്.
കഴിയാത്ത ഒരു കാര്യമാണെങ്കിൽ അള്ളാഹു പറയൂല. നമുക്ക് കഴിയാത്തൊരു കാര്യം അള്ളാഹു പറയില്ലല്ലോ. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഒരാൾക്കും കഴിവിൽപ്പെട്ടതല്ലാത്ത അള്ളാഹു കൽപ്പിച്ചിട്ടില്ല, ഒരാളെ നിർബന്ധിച്ചിട്ടില്ല. എങ്കിൽ കോപം ഒതുക്കി വെക്കണമെന്നും നീ കോപിക്കരുത് എന്നും ദേഷ്യപ്പെടരുത് എന്നൊക്കെ ഖുർആനിലും ഹദീസിലൊക്കെ പറയുമ്പോൾ അത് നമുക്ക് ഒതുക്കി വെക്കാൻ പറ്റും. ദേഷ്യപ്പെടാതെ ജീവിക്കാനും പറ്റും. അങ്ങനെ ദേഷ്യപ്പെടാതിരുന്നാൽ, കോപം ഒതുക്കി വെച്ചാൽ നമുക്കതിലൂടെ ലഭിക്കുന്ന മഹത്വങ്ങൾ എന്തൊക്കെയാന്നുള്ളതാണ് നമ്മളൊന്ന് പറയുന്നത്. ഒന്നാമത്തത് സ്വർഗം കിട്ടുന്നതിനെയാണ്. നമ്മൾ കോപം നിയന്ത്രിക്കുകയാണെങ്കിൽ തീർച്ചയായും സ്വർഗമാണ് നമുക്ക് പ്രതീക്ഷ. നമുക്ക് കൂലി പ്രതീക്ഷിക്കാനുള്ളത്. ഞാനിപ്പോ എന്തിനാ, ചില ആൾക്കാർ പറയുന്ന വാക്കാണത്, ഞാൻ പറയണ നിങ്ങൾ ശ്രദ്ധിക്കണേ. ചില ആൾക്കാർ പറയുന്ന വാക്ക് എന്താ വെച്ചാല്, ഞാനേ കുറെ അങ്ങനെ ക്ഷമിച്ചു, പിന്നെ ഇപ്പൊ എന്താ ഞാനും ഈ കുടുംബത്തിൽ തന്നെ ഉള്ളതാണേ, എനിക്ക് പറയുള്ളത് ഞാനും പറയും. എത്ര കാലം നീട്ടിട്ട് അങ്ങനെ അടിമയായ പോലെ നിൽക്കുക? ഞാനെന്താ വലിഞ്ഞു കയറി വന്നതൊന്നുമല്ലല്ലോ, എന്നോടൊന്നും പറയാന്നാ അല്ലെ? ഇങ്ങനെയൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചില ആൾക്കാർ കുറെ ക്ഷമിച്ചു, ഞാൻ അങ്ങനെയാക്കി ഇങ്ങനെയാക്കി എന്നൊക്കെ പറയും. സത്യത്തിൽ നമുക്ക് ദേഷ്യപ്പെടാൻ അനുവാദമുണ്ട്. എപ്പോഴെന്നറിയോ? നമുക്ക് ആ സ്വർഗം കിട്ടിയതിന് ശേഷം. കാരണം നമ്മൾ ക്ഷമിക്കുന്നത്, നമ്മുടെ ദേഷ്യം വെക്കാതിരിക്കുന്നത് സ്വർഗം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം. അല്ലാതെ അത് ഭർത്താവാണല്ലോ, അല്ലെങ്കിൽ ഭർത്താവിന്റെ ഉമ്മയാണല്ലോ, ഭർത്താവിന്റെ പെങ്ങളാണല്ലോ, അല്ലെങ്കിൽ ഇളയച്ചിയാണല്ലോ, മൂത്തച്ചിയാണല്ലോ, ഞാനായിട്ട് എന്തിനാ കുടുംബ ബന്ധം മുറിക്കണത്? ഇതൊന്നുമല്ല. നിങ്ങൾ എന്തിനാ ക്ഷമിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടാ. ഏയ്, എനിക്ക് സ്വർഗം കിട്ടാനാ, അത് ചിന്തിച്ചാ മതി. ഓര് പറഞ്ഞു, ആയിക്കോട്ടെ ഓര് പറഞ്ഞോട്ടെ, അത് ഓരോ ഉള്ളിയും കൊണ്ടല്ലേ. അല്ല, ഓരിങ്ങനെ ചെയ്തു, ആയിക്കോട്ടെ ഓര് ചെയ്തോട്ടെ, അത് ഇന്നെ ബാധിക്കണമല്ലോ. എന്നാലും ഓര് നിങ്ങളെ കുറിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, ആയിക്കോട്ടെ ഓര് പറഞ്ഞോട്ടെ. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ്, ലാ തഗ്ളബ്, നീ ദേഷ്യം വെക്കരുത്, വലക്കൽ ജന്ന, നിനക്ക് സ്വർഗമുണ്ട്. ദേഷ്യപ്പെടാതിരിക്കുകയാണെങ്കിൽ, കോപിക്കാതിരിക്കുകയാണെങ്കിൽ, ക്ഷമിക്കുകയാണെങ്കിൽ, ആ ക്ഷമിക്കുന്നവർക്കാണ് സ്വർഗം. അല്ലെ, എത്ര വട്ടം നമ്മൾ കേട്ടിട്ടുണ്ട്, ക്ഷമിക്കുന്നവർക്കാണ് സ്വർഗം, ക്ഷമിക്കുന്നവർക്കാണ് സ്വർഗം എന്നൊക്കെ പറയും. അതൊക്കെ ഉണ്ടാക്കി പറയാൻ പറ്റും. അതൊക്കെ നമ്മളെ ജീവിതത്തെ കൊണ്ട് തട്ടണം. അപ്പോൾ എനിക്കിപ്പോ വന്നത് നിങ്ങൾക്ക് വന്നു കേൾക്കണം, അപ്പം കൂടെ അറിയാം അല്ലെ. അങ്ങനെ പറയാം ചില ആൾക്കാർ. അല്ലെ, നമുക്ക് സംഭവിച്ചത് നിങ്ങൾക്ക് സംഭവിച്ചു കേൾക്കണം, അപ്പൊ നിങ്ങളെ ഈ ക്ഷമ ഇതൊക്കെ നിൽക്കും. നിങ്ങൾ എല്ലാം പറയപ്പോ, അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ പറയുന്നവരോടാണ് പറയുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് സ്വർഗമാണെങ്കിൽ പറയരുത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ദുനിയാവ് മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് എന്തും പറയാം. കാരണം എന്താ? നമുക്ക് പറഞ്ഞു ഇവിടുന്ന് തന്നെ തീർക്കണം. മരണത്തിന് ശേഷം പിന്നെ ജീവിതമല്ലല്ലോ അങ്ങനത്തെ ആളുകളോട്. എന്നാൽ മരണത്തിന് ശേഷം ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണെങ്കിൽ നമ്മൾ ക്ഷമിച്ചോ, നമ്മൾ ദേഷ്യപ്പെടാതിരുന്നോ എങ്കിൽ നമുക്ക് സ്വർഗമുണ്ട്. സ്വർഗം കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. ഇത് എന്റെ വാചകമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, വൽ കാളിമീനൽ ഗൈദ്, കോപം ഒതുക്കി വെക്കുന്നവരായിരിക്കും സത്യവിശ്വാസിയുടെ ഗുണാട്ടതും. വൽ കാളിമീനൽ ഗൈദ്, അവര് കോപം ഒതുക്കി വെക്കുന്നവരാണ്. വൽ ആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് മാപ്പ് നൽകുന്നവരാണ്. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അള്ളാഹു മുഹ്സിനീങ്ങളെ, സൽക്കർമ്മ ചെയ്യുന്ന ആളുകളെ അള്ളാഹു സ്നേഹിക്കുന്നുണ്ട്. ഈ ഒരായത്ത് ഇവിടെ സത്യവിശ്വാസിയുടെ ഒരു കാര്യമാണല്ലോ പറയുന്നത്. സത്യവിശ്വാസിയുടെ ഒരു ഗുണമാണെന്ത്? അവര് കോപം ഒതുക്കി വെക്കുന്നുള്ളത്. അപ്പൊ കോപം ഒതുക്കി വെക്കുന്നവനാണ് വിശ്വാസി. ഇനി ഒതുക്കി വെക്കാൻ പറ്റുമല്ലേ? പറ്റും. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത്, മാപ്പ് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കോപം ഒതുക്കി വെക്കാനും പറ്റും, നിയന്ത്രിക്കാൻ പറ്റും. എനിക്കാണ് നിയന്ത്രിക്കാൻ, ആ സമയത്ത് എന്തൊക്കെ ഉണ്ടാകും, എന്തുണ്ടെങ്കിലും ഒതുക്കി വെക്കുക. ഞാൻ അവിടെ ഒരു ചരിത്രം പറഞ്ഞുതരാം. മഹാനായ മൈമൂൻ റഹ്മത്തുള്ളാഹി അലൈഹി, വലിയ പണ്ഡിതനാണ് അദ്ദേഹം. ഇത് മൈമൂൻ റഹ്മത്തുള്ളാഹിയുടെ പേരിലും അല്ല ഇബ്നു മുബാറക്കിന്റെ പേരിലൊക്കെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ചില ഗസ്റ്റുകൾ വന്ന് ഭക്ഷണമൊക്കെ റെഡിയാക്കി. അങ്ങനെ ഭക്ഷണമൊക്കെ വിളമ്പിയും കൊണ്ടിരിക്കണം. ഗസ്റ്റുകൾ അവിടെ ഇരിക്കുകയാണ്. ഈ പണ്ഡിതൻ ഇമാം മൈമൂൻ അവിടെ ഉണ്ട്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു സേവക, അദ്ദേഹത്തിന്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ഒരു സ്ത്രീ, അവരെന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാല്
അവർ വന്ന് ഭക്ഷണം വിളമ്പാണ്. ഭക്ഷണം ഇങ്ങനെ എടുത്തു കൊടുക്കുമ്പോൾ നല്ല ചൂടുള്ള ഒരു ഭാഗം, അതൊന്നുകിൽ വെള്ളമാണ് അല്ലെങ്കിൽ കറിയാണ്, അങ്ങനെ എന്തോ ഒന്ന് പെട്ടെന്ന് ഈ സ്ത്രീയുടെ കയ്യിൽ നിന്ന് താഴേക്ക് വീണു. അത് വീണതാകട്ടെ ഇമാമിന്റെ കാലില്. ശക്തമായ വേദന, ശക്തമായ ചൂട്, അതിലേറെ അപമാനം. ആളുകളുടെ ഇടയിലാണല്ലോ ഇപ്പൊ ഇതൊക്കെ നടക്കണേ. പെട്ടെന്നുള്ള ദേഷ്യത്തില് ആ ഒരു കോപം ഒതുക്കി വെക്കാൻ പറ്റാതെ മൈമൂൻ കൈ ഓങ്ങിങ്ങോട്ട് ചെല്ലാണ് ഈ പെണ്ണിന്റെ അടുത്തേക്ക്. ഉടനെ ഈ പെണ്ണ് പറഞ്ഞു, വൽകാളിമീനൽ ഗൈൽ യാ ഇമാം, വൽകാളിമീനൽ ഗൈൽ. സത്യവിശ്വാസിയുടെ ഗുണാണ് കോപം ഒതുക്കി വെക്കണം. തല്ലാനോങ്ങിയ കൈ അദ്ദേഹം കൈ ഇങ്ങനെ താഴ്ത്തി. കോപം ഒതുക്കി വെക്കുന്നവനാണ് വിശ്വാസി എന്ന് പറഞ്ഞപ്പോ ഞാൻ വിശ്വാസിയാണ്, കൈ താഴ്ത്തി. വീണ്ടും ആ പെണ്ണ് പറഞ്ഞു, വൽ ആഫീന അനിന്നാസ്. സത്യവിശ്വാസിന്റെ മറ്റൊരു ക്വാളിറ്റിയാണ് അവൻ മാപ്പ് നൽകുകയും ചെയ്യും. ഉടനെ ഇമാം മൈമൂൻ പറഞ്ഞു, ഞാൻ നിനക്ക് മാപ്പ് തന്നിരിക്കുന്നു, ഞാൻ നിനക്ക് മാപ്പ് തന്നിരിക്കുന്നു. ആ സ്ത്രീ അവസാനിപ്പിച്ചില്ല. അവര് പറഞ്ഞു, വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ എന്നുകൂടിയില്ലേ ഖുർആനില്. മുഹ്സിനീങ്ങളെ, നന്മ ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ഇത് കേട്ടപ്പോ ആ ഇമാം എന്താ ചെയ്തെന്നറിയോ? ആ സ്ത്രീയോട് പറഞ്ഞു, നിനക്ക് നിന്റെ ഇഷ്ടം പോലെ നീ നിന്നോ, എനിക്ക് വേണമെങ്കിൽ വീട്ടിലേക്ക് പോകാം, കുഴപ്പമില്ല, നീ പോയിക്കോ. അവളെ സ്വതന്ത്രയാക്കുന്ന ഒരവസ്ഥ, അവളെ വിട്ടുകൊടുക്കുന്ന ഒരവസ്ഥ, അവൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തെടുക്കുന്ന ഒരവസ്ഥ. അവിടെയാണ് വിശ്വാസം. സത്യവിശ്വാസിയാണോ കോപം ഒതുക്കി വെക്കണം എന്ന് പറയുമ്പോൾ കോപം ഒതുക്കി വെക്കന്നെ വേണം. നമ്മളോടൊക്കെ അത് പറഞ്ഞാൽ നോക്കണം അല്ലെ? കാലുമങ്ങനെ നിൽക്കുമ്പോ ദേഷ്യം, അല്ല നിങ്ങൾ ദേഷ്യപ്പെടരുത് എന്നല്ലേ മൂപ്പരെ ഉസ്താദ് എന്ന് പറഞ്ഞേ. ആ ഉസ്താദോ പറഞ്ഞപ്പോ ഞാൻ എന്നെ കാണിച്ചു തരാന്നുണ്ട് പല്ലുറുമ്പിട്ടൊക്കെ നമ്മൾ ചെയ്യില്ല അല്ലേ? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് അവിടെ നമ്മൾ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അവിടെയാണ് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ. സ്വർഗം വേണോ, നിയന്ത്രിച്ചേ പറ്റൂ. സത്യവിശ്വാസിയാവണോ, നിയന്ത്രിച്ചേ പറ്റൂ. മൂന്നാമത്തെ കാര്യം, യഥാർത്ഥ ശക്തവാൻ ആരാണെന്നറിയോ? യഥാർത്ഥ ശക്തവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലൈസ ശദീദു ബിസ്സുറഅ. മറ്റൊരുത്തനെ മൽപിടുത്തത്തിൽ പരാജയപ്പെടുത്തുക എന്നുള്ളതല്ല ശക്തവാൻ. അതല്ല ശക്തവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റുള്ളവനെ തോൽപ്പിക്കുക, മൽപിടുത്തം നടത്തിയിട്ട് തോൽപ്പിക്കുക, അതൊന്നുമല്ല. ഇന്നമ ശദീദ്, തീർച്ചയായും യഥാർത്ഥ ശക്തൻ എന്ന് പറഞ്ഞാൽ അല്ലദീ യംലികു നഫ്സഹു ഇൻദൽ അദബ്. ദേഷ്യം വരുമ്പോ സ്വന്തത്തെ നിയന്ത്രിക്കുക, സ്വന്തത്തെ പിടിച്ചു നിർത്തുക, അതാണ് യഥാർത്ഥ ശക്തവാൻ. കൃത്യമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകമാണ്. ഒരാള് ശക്തവാനാവണമെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? അയാളുടെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് അയാൾ എന്ത് ചെയ്യും? മൽപിടുത്തത്തിൽ പങ്കെടുക്കുക എന്നുള്ളതല്ല, മറിച്ച് തനിക്കെതിരെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി അവരുടെ കാര്യത്തിൽ ഇടപെടാതെ സ്വന്തത്തെ നിയന്ത്രിക്കും. ഓരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഞാൻ പറയൂല. ചില ചരിത്രങ്ങളിൽ തന്നെ നമുക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട് കാണാൻ പറ്റും. ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അതേപോലെ തന്നെ വലിയ ഒരു പ്രതിഫലം ഒരാൾക്ക് ഈ വിഷയത്തിലൂടെ അഥവാ കോപം നിയന്ത്രിക്കുന്നതിലൂടെ നേടിയെടുക്കാൻ പറ്റും. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ പറ്റും, മാ മിൻ ജുർഅത്തിൻ അഅലമു അജ്റൻ ഇൻദല്ലാഹി മിൻ ജുർഅ ഗൈളിൻ കലമഹാ അബ്ദുൻ ഇബ്തിഗാഅ വജ്ഹില്ലാ. മനുഷ്യൻ പിടിച്ചു വെക്കുന്ന വിഷയങ്ങളിൽ അള്ളാഹുവിന്റെ അടുക്കൽ മഹത്തായ പ്രതിഫലമുള്ളത് ഒരു അടിമ അള്ളാഹുവിന്റെ പ്രതിഫലം കാംക്ഷിച്ച് അവന്റെ കോപത്തെ പിടിച്ചു നിർത്തലാണ്. കോപത്തെ ഒരാൾ പിടിച്ചു നിർത്തുക. അതുകൊണ്ട് തന്നെയാണ് മുൻഗാമികൾ നമുക്ക് കാണാൻ പറ്റും, അവരോട് ആരെങ്കിലുമൊക്കെ ദേഷ്യപ്പെടുകയാണെങ്കിൽ അവര് പറഞ്ഞ ചില വാചകങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്കത് വിശദീകരിക്കാം. അപ്പൊ ഇവിടെ വലിയ ഒരു പ്രതിഫലം നമുക്കുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ക്ഷമിക്കണമെന്ന് മാത്രം. ദേഷ്യപ്പെടാതെ കോപത്തെ പിടിച്ചു നിർത്തുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹിന്റെ അടുക്കൽ വലിയ ഒരു പ്രതിഫലമുണ്ട്. ഞാൻ കുറച്ച് വേഗത്തിലാക്കാണ്. അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരലോകത്ത് ഹൃദയത്തിൽ റബ്ബിന്റെ തൃപ്തി ലഭിക്കും. അതും ഹദീസുകൾ നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാണാൻ പറ്റും. ഒരാള് ക്ഷമിച്ചും അതേപോലെ തന്നെ ദേഷ്യപ്പെടാതെയും കോപിക്കാതെയും ഒക്കെ അയാൾ ജീവിക്കുകയാണെങ്കിൽ പരലോകത്ത് അള്ളാഹുവിന്റെ തൃപ്തി അവന് ലഭിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. കാരണം അവൻ എന്തുകൊണ്ടാണ് ക്ഷമിച്ചത്, അവൻ എന്തുകൊണ്ടാണ് ദേഷ്യം പിടിച്ചു വെച്ചത്? അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാ. എങ്കിൽ പരലോകത്ത് എന്ത് ചെയ്യും? അള്ളാഹുവിന്റെ തൃപ്തി അവന് ലഭിക്കുകയും ചെയ്യും. ഇനി അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ന്യൂനതകൾ മറച്ചു വെക്കും. ഈ ദേഷ്യം വെക്കുന്ന ആള്
ദേഷ്യം അയാൾ പിടിച്ചു വെച്ചാൽ അയാൾക്ക് അള്ളാഹു നൽകുന്ന വലിയ ഒരു ഖൈറാണ് അവന്റെ ന്യൂനതകളെ അള്ളാഹു മറച്ചു വെക്കും. ഇതൊക്കെ ഒരുപാട് വിശദീകരിക്കാനുള്ളതാട്ടോ. നമ്മുടെ സമയം പരിമിതമായതുകൊണ്ടും എനിക്ക് ഇങ്ങനെ കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വേഗത്തിലാക്കണത്. റബ്ബ് നമ്മുടെ ന്യൂനതകൾ മറച്ചു വെക്കും. വമൻ കഫ ഗളബഹു സതറഹു അല്ലാഹു ഔറതഹു. ആരെങ്കിലും തനിക്ക് ആ ഒരു ദേഷ്യം വരുമ്പോ അതിനെ പിടിച്ചു നിർത്തുകയാണെങ്കിൽ, അതിനെ പിടിച്ചു വെക്കുകയാണെങ്കിൽ, സതറഹു അല്ലാഹു ഔറതഹു, അള്ളാഹു അവന്റെ ഔറത്തിനെ, അവന്റെ ന്യൂനതകളെ അള്ളാഹു മറച്ചു വെക്കും. എന്താ പറഞ്ഞത്? ഒരാൾ ദേഷ്യപ്പെടാതിരുന്നാൽ, ദേഷ്യം മറച്ചു വെച്ചാൽ, അല്ലെങ്കിൽ ദേഷ്യം പിടിച്ചു വെച്ചാൽ അവന്റെ ന്യൂനതകൾ അള്ള പിടിച്ചു വെക്കും, അള്ള മറച്ചു. അതൊക്കെ ശരിക്കും നമുക്ക് ഇന്നിങ്ങനെ കാണാൻ പറ്റും. ചില ആളുകൾ ദേഷ്യം വെക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, പലതുകൊണ്ട് വിളിച്ചു പറയും. ഇത് വിളിച്ചു പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കേട്ട് നിൽക്കുന്ന ആൾക്കാർ അവരെന്ത് ചെയ്യും, ഇവന്റെ കുറ്റം പിന്നെ നോക്കുക. ഇവന്റെ കുറ്റം നോക്കുന്നു മാത്രമല്ല, എന്തെങ്കിലുമൊക്കെ അറിയുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പറഞ്ഞുകൊണ്ട് ഇവനെ മോശക്കാരനാക്കുകയും ചെയ്യും. അല്ലെ, കണ്ടിട്ടില്ല എത്രയോ ആളുകൾ നമ്മൾ കാണാറുണ്ട്. കുടുംബ ബന്ധങ്ങളിൽ പോലും ഒരു പക്ഷേ കുടുംബമായിട്ട് ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടാകും. പക്ഷെ ഇവരോട് തെറ്റിയപ്പോ ദേഷ്യം വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തുടങ്ങിയാൽ പിന്നെ അത് മുഴുവൻ നാട്ടുകാർ അറിയണം. അല്ലെ, രണ്ടാളത്തും വന്ന പിഴവുകളായിരിക്കാം, ന്യൂനതകളായിരിക്കാം. പക്ഷെ അള്ള മറച്ചു വെച്ച കാര്യം, ഇവൻ ദേഷ്യപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞത് കൊണ്ട് തന്നെ അവനും എതിർ വിഭാഗത്തുള്ള ആളും പറയും. അങ്ങനെ പറയാൻ തുടങ്ങിയാലോ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നൊരവസ്ഥ. ഒരാൾ ദേഷ്യപ്പെടുന്നതിലൂടെ ഉണ്ടാകുന്ന വലിയൊരു നഷ്ടമാണത്. അയാളുടെ ന്യൂനതകളൊക്കെ മറ്റുള്ളവർ പറയുന്നൊരവസ്ഥ. അള്ള മറച്ചു വെച്ചത് ഇവനായിട്ട് തുറന്നു കൊടുക്കുകയാണ്. ഇവൻ തുറന്നു കൊടുത്തത് എങ്ങനെയാ? ഇവൻ മറ്റവനോട് ദേഷ്യപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഇവള് മറ്റവളോട് ദേഷ്യപ്പെട്ടതാണ്. നമ്മൾ നല്ല ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് കുടുംബജീവിതത്തിലൊക്കെ ഒരേ തറവാട്ടിൽ നിൽക്കും, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ളതൊക്കെ പറയും. ചിലപ്പോൾ തമാശക്ക് പറഞ്ഞതായിരിക്കും, ചിലപ്പോൾ പണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ എന്തോ ഒരു കാര്യം, അത് നമ്മൾ അത്രയൊന്നും ഗൗരവമല്ലാതെ ചിലപ്പോൾ അനിയത്തിനോട് പറയും, അല്ലെങ്കിൽ ഇളയച്ചനോട് പറയും, അന്നുണ്ടായിരുന്ന ചില ബന്ധങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ. പക്ഷെ പിന്നീട് രണ്ടാളോട് തെറ്റിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തുടങ്ങുമ്പോഴാണ് ഇത് മുഴുവൻ പുറത്തേക്ക് വരിക. ഇത് മുഴുവൻ പുറത്തേക്ക് വരിക. അപ്പൊ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും അറിയാത്തവരൊക്കെ അറിയും. ഈ അവരുടെ ആ ഒരു ന്യൂനത ഉണ്ടല്ലോ, ആ ഔറത്ത്, അത് മുഴുവനായിട്ടുണ്ട് പുറത്തേക്ക് വരും. അവരുടെ ആ ഒരു മറച്ചു വെക്കേണ്ടതായ അവരുടെ ചിന്തകളും അല്ലെങ്കിൽ അവരുടേതായ ജീവിതത്തിൽ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ അതൊക്കെ പുറത്തു വരുന്നൊരവസ്ഥ. എന്താ കാരണം? ദേഷ്യപ്പെട്ടതാണ്. പറയാൻ പാടില്ലാത്തത് പറഞ്ഞു, പറയാൻ പഠിപ്പിച്ചത് നിർത്തിവെക്കാൻ പറഞ്ഞത് നിർത്തിവെച്ചില്ല. ഇനി അങ്ങനെ ഒരാൾ കോപം അടക്കി നിർത്താൻ ഇസ്ലാം പഠിപ്പിച്ച മാർഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. കോപം അടക്കി നിർത്താൻ ഇസ്ലാം പഠിപ്പിച്ച മാർഗങ്ങൾ. ഇത് പറയുമ്പോൾ വെറും ഇസ്ലാം പറഞ്ഞ കാര്യം മാത്രമല്ല നമ്മൾ പറയുന്നത്, മറിച്ച് ഭൗതികമായിക്കൊണ്ടുള്ള കാര്യങ്ങൾ കൂടി അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അഥവാ സൈക്കോളജിയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അതുകൂടി പറയാം. അതിൽ ഒന്നാമത്തേതാണ് എന്താണെന്നറിയോ? മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മളെ മനസ്സിനെ നമ്മൾ നിയന്ത്രിച്ചേ പറ്റൂ. ചില ആൾക്കാർ പറയണത്, എനിക്ക് ആ സമയത്ത് എനിക്ക് എന്താ പറയാന്നുണ്ട് അറിയില്ല, ചിലപ്പോൾ കിട്ടിയതൊക്കെ എടുത്തിട്ട് വലിച്ചെറിയും, എന്തൊക്കെയോ അങ്ങോട്ട് പറയും, അങ്ങോട്ട് ആകെ കണ്ണൊക്കെ തുറപ്പിച്ചിട്ടുണ്ടാകും. പിന്നെ ഞാൻ തന്നെ വിചാരിക്കും, പഠിച്ച ഞാൻ എന്താ എങ്ങനെയായത്. അങ്ങനെ ആർക്കെങ്കിലും നമ്മുടെ ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ചരിത്രം പറഞ്ഞുതരാം, കേട്ടോളിട്ടോ. അബൂ മസ്ഊദ് അൽ ബദരി എന്ന് പറയുന്ന ഒരു സഹാബി, അദ്ദേഹം പറയാണ്, കുന്തു അദ്രിബു ഗുലാമൻ ലീ ബിസ്സൗത്ത്. എനിക്കുണ്ടായിരുന്ന ഒരു അടിമയെ ഞാൻ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കണം. ഒരു അടിമ, അതായത് ഈ അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് ഒരു അടിമ ഉണ്ടായിരുന്നു. ആ അടിമ എന്തോ ഒരു തെറ്റ് ചെയ്തതിന്റെ പേരിൽ അബൂ മസ്ഊദിന് വല്ലാത്ത ദേഷ്യം വന്നു. അബൂ മസ്ഊദ് ആ അടിമനെ അങ്ങനെ ചാട്ടവാർ കൊണ്ട് അടിക്കണം. അപ്പൊ എന്റെ പിന്നിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കണം, ഇഅ്ലം അബാ മസ്ഊദ്, അബൂ മസ്ഊദ് നിങ്ങൾ അറിയണം. ഫലം അഫ്ഹം സൗത മിനൽ ഗളബ്. ദേഷ്യം കാരണത്താൽ എന്ത് ചെയ്തില്ല, എനിക്ക് ആരാണ് വിളിക്കണത് എന്നോ എന്താണ് ആ പറയണമെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ വീണ്ടും ഫലം മദന മിന്നി, അതിന്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നു. ഞാൻ അങ്ങനെ നോക്കുമ്പോൾ അതാരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂലാണ് പറയുന്നത്, ഇഅ്ലം അബാ മസ്ഊദ്, ഇഅ്ലം അബാ മസ്ഊദ്, അബൂ മസ്ഊദ് നിങ്ങൾ അറിയണം. നബി അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി നബിയാണെന്ന് മനസ്സിലായി. ഫഅൽഖൈതു സൗത മിൻ യദി,
എൻ്റെ കയ്യിലുള്ള ആ ഒരു സൗത്ത്, ആ ഒരു ചാട്ടവാർ ഞാൻ താഴെട്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നൊരു വാചകമുണ്ട്, നേരെ ശ്രദ്ധിച്ചോളിട്ടോ. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ പറയും. ഞാൻ ഇന്റെ കീഴിലാണ് ഊരുള്ളത്, ഇന്റെ മക്കളാണ്, എനിക്ക് പറയാനുള്ളതൊക്കെ പറയാം, ആരെന്നോട് ചോദ്യം ചെയ്യാൻ എന്നൊക്കെ ചിന്തിക്കുന്നവരോട് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ വാചകം കേട്ടോ. ഈ അലം അബാ മസ്ഊദ്, അബൂ മസ്ഊദ്, നിങ്ങൾ അറിയണം, അന്നല്ലാഹ അഖ്ദറു അലൈക മിൻക അലാ ഹാദൽ ഗുലാം, നിങ്ങൾക്ക് ഈ ഒരു അടിമയോടുള്ള എത്ര വലിയ ഒരു കഴിവ് അല്ലെങ്കിൽ ആ ഒരു ബന്ധമുണ്ടോ അതിനേക്കാൾ അള്ള കഴിവുള്ളവനാണ് നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്കെതിരെ ചെയ്യാൻ. നമ്മളെന്താ പറയാ, ഇന്റെ അടിമയാണ്, ഇന്റെ മക്കളാണ്, ഇന്റെ കീഴിലുള്ളതാണ്, എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ പറയും, അല്ലെ? ആ പറയുന്നവർ കേട്ടോളിയും. എന്നാൽ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് എത്രയാണോ അവരോട് നിയന്ത്രണം ഉള്ളത് അതിലേറെ നിയന്ത്രണത്തിന് കഴിവുള്ളവനാണ് അള്ള. അള്ള കഴിവുള്ളവനാണ്, നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ അള്ള കഴിവുള്ളവനാണ്. ഇതുണ്ട് കേട്ടപ്പോ അദ്ദേഹം പറയാണ്, ലാ അദ്രിബു മംലൂകൻ ബഅദഹു അബദ, ഇനി ഒരിക്കലും ഞാൻ തല്ലൂല എന്ന് പറഞ്ഞു. അവിടെ നമ്മൾ മനസ്സിലാക്കിക്കോളി, ഒരാളൊരു തെറ്റ് ചെയ്തതിന്റെ പേരിലാണ് നമുക്ക് ദേഷ്യം വരുന്നത്. നമ്മളെ മക്കൾ തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ കീഴിലുള്ളവർ തെറ്റ് ചെയ്തു. ഇവിടെ കീഴിലുള്ളത് എന്നിങ്ങനെ പറയാൻ കാരണേ, നമ്മളെക്കാൾ ഉയർന്നവരോട് നമ്മൾ ദേഷ്യപ്പെടൂല. ഉമ്മാനോട് പലപ്പോഴും ദേഷ്യപ്പെടൂല, അല്ലെങ്കിൽ വാപ്പാനോട് ദേഷ്യപ്പെടൂല, ഭർത്താവിനോട് ദേഷ്യപ്പെടൂല. എന്നാൽ ഉമ്മയും വാപ്പയും ദേഷ്യപ്പെടാൻ മക്കളോടാണ്, ഭർത്താവ് ദേഷ്യപ്പെടാ ഭാര്യയോടാണ്, ഭാര്യ ഭർത്താവിനോട് ദേഷ്യപ്പെടുന്നത് ചുരുക്കമായിരിക്കും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഭർത്താവിൻ്റെ ഒരു തോന്നലാണെന്ത്, ഞാനാണ് ഇതൊക്കെ നിയന്ത്രിക്കണം, ഇന്റെ പൈസയാണ്, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയത്. ഇത് ഭർത്താവിന്റെ ചിന്ത. ഭാര്യക്കുണ്ട് അതേ ചിന്ത. മക്കളുടെ വിഷയത്തിലാണുള്ളത്, ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയതാണ്, എനിക്കെന്നതല്ല, അല്ലെ? അതായത് നമ്മുടെ കീഴിലുള്ള, നമ്മുടെ നിയന്ത്രണത്തിലുള്ള ആളുകൾ അവര് തെറ്റ് ചെയ്യാൻ പാടില്ല. തെറ്റ് ചെയ്താൽ ഞാൻ ദേഷ്യപ്പെടും. അങ്ങനെയെങ്കിൽ നമ്മൾ ആരുടെ നിയന്ത്രണത്തിലാ? അള്ളാന്റെ നിയന്ത്രണത്തിലാണ്, അല്ലെ? നമ്മൾ അള്ളാന്റെ നിയന്ത്രണത്തിലല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്തതിന്റെ പേരിലൊക്കെ അള്ളാഹു നമ്മളോട് ദേഷ്യപ്പെടുകയാണെങ്കിലോ? കൂടുതലൊന്നും വേണ്ട. അപ്പൊ ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ നമ്മൾ പറഞ്ഞ വാക്കുകളും നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളും ഒന്ന് പരിശോധിച്ചാൽ മതി. ഓരോ ദിവസം കഴിയുമ്പോൾ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോന്നും എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്ത തെറ്റിന്റെ പേരിൽ നമ്മളെ ശിക്ഷിക്കാൻ തുടങ്ങിയാലോ? അള്ളാഹ് നമ്മളോട് ദേഷ്യപ്പെടാൻ തുടങ്ങിയാലോ? അവിടെയാണ് നമ്മൾ ആലോചിക്കണ്ടേ. എനിക്കെന്തും പറയാനൊന്നുമില്ല, എനിക്കെന്തും പറയാൻ, ഞാൻ എന്തും ചെയ്യും, അതൊന്നുമില്ല. ഓരിന്റെ കീഴിലല്ലേ എന്നാണെങ്കിൽ നമ്മൾ ആരുടെ കീഴിലാ? നമ്മൾ അള്ളാന്റെ കീഴിലല്ലേ? നമ്മളെന്താ സ്വന്തമായിട്ട് കൊടുക്കുന്നത്? ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ വരുമ്പോൾ അങ്ങനെ രണ്ട് കൈയും പിടിച്ചിട്ട് ഇങ്ങനെ വന്ന ആൾക്കാരെ നമ്മൾ. ഒന്നുമില്ല, കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല, പിടിച്ചു വെച്ചിട്ടുള്ളൂ. ആ കൈ ഇങ്ങനെ തുറന്നു നോക്കിയിട്ടുണ്ട് പലരും, ഒന്നും ഉണ്ടായിരുന്നില്ല, ഒക്കെ പടച്ചോൻ തന്നതാ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യരുത് എന്ന് പറഞ്ഞ പലതും നമ്മൾ ചെയ്യണില്ലേ? അള്ള പറയരുത് എന്ന് പറഞ്ഞ പലതും പറയണില്ലേ? എന്നിട്ട് നമ്മൾ പറയണത് ഇന്റെ കീഴിലാണ് അവര്, അതുകൊണ്ട് എനിക്ക് എന്തും പറയാം. അതില്ല, അത് നമ്മൾ നിയന്ത്രിച്ചേ പറ്റൂ. ഒരാരും നമ്മുടെ കീഴിലല്ല. ഓർക്ക് ചെയ്യാനുള്ളത് ഓര് ചെയ്തോട്ടെ, ഓര് പറയാനുള്ളത് പറഞ്ഞോട്ടെ, പക്ഷെ നമ്മൾ പറയാൻ പാടില്ല. അത് വിശ്വാസികളോടാണ് ഞാൻ ഈ പറയുന്നത്, വിശ്വാസികളോടാണ് പറയുന്നത്. കാരണം ഇതിന് ചിലപ്പോൾ ഇങ്ങനെ മനസ്സിൽ പലതും തോന്നും. അതുകൊണ്ടാണ് ഞാൻ വിശ്വാസി നിർത്തി പറയുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവര് തെറ്റ് ചെയ്തതിന്റെ പേരിൽ ഞാൻ ശിക്ഷിക്കും എന്നാണെങ്കിൽ, നമ്മൾ ചെയ്തതിന്റെ പേരിൽ, നമ്മൾ ചെയ്ത തെറ്റുകളുണ്ടല്ലോ അതിന്റെ പേരിലൊക്കെ അള്ളാഹ് ശിക്ഷിക്കണോ? എന്താ നമ്മൾ ആഗ്രഹിക്കുന്നത്? അള്ളാഹു ശിക്ഷിക്കണം എന്നാണോ? അള്ളാഹു നമുക്ക് പുറത്തു തരണം എന്നാണോ? അള്ളാഹു നമുക്ക് പുറത്തു തരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ അവർക്കും പുറത്തു കൊടുക്കണം. നേരെ ശ്രദ്ധിച്ചോ, അള്ളാഹ് നമുക്ക് പുറത്തു തരണമെങ്കിൽ നമ്മൾ അവർക്കും പുറത്തു കൊടുക്കണം. അതേപോലെ തന്നെ മറ്റുള്ളവർ നമ്മളോട് പൊറുക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കണില്ലേ? അല്ലെ? നമ്മൾ ഒരു തെറ്റ് ചെയ്തു, നമ്മളെടുത്തൊരു തെറ്റ് പറ്റി, നിങ്ങളെന്ന് പറയുന്ന ഭാര്യയിൽ ഒരു തെറ്റ് പറ്റി, നിങ്ങളെ ഭർത്താവ് എന്ത് ചെയ്യണം ഞങ്ങൾ ആഗ്രഹിക്കണത്? ആ ഭർത്താവ് നിങ്ങൾക്ക് പുറത്തു തരണമെന്നല്ലേ? ആ ഭർത്താവ് ദേഷ്യപ്പെടണം ഞങ്ങൾ ആഗ്രഹിക്കണത്? ഉമ്മ ദേഷ്യപ്പെടണം എന്ന് ആഗ്രഹിക്കണത്? കുടുംബക്കാർ ദേഷ്യപ്പെടണം എന്ന് ആഗ്രഹിക്കണത്? ഒന്നുമില്ല. നമ്മളൊക്കെ ആഗ്രഹിക്കണത് എന്താ? പുറത്തു തരണം എന്ന് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പിശാചിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? രക്ഷ തേടണം.
ഇന്നൽ ഗളബ മിനശ് ശൈത്താൻ, തീർച്ചയായും ദേഷ്യം എന്നുള്ളത് പിശാചിൽ നിന്നുള്ളതാണ്. നേരെ ശ്രദ്ധിച്ചോളട്ടോ, രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞു. ദേഷ്യം എന്ന് പറഞ്ഞാൽ പിശാചിൽ നിന്നാണ്. മഹാനായ സുലൈമാൻ ഇബ്നു സൗദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ പറ്റും, രണ്ടാളുകൾ തമ്മിൽ തർക്കം നടന്നു. രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനായി. ഞങ്ങളിങ്ങനെ ഇരിക്കുക, നബി അവിടെ ഇരിക്കണ്ടേ, നബി ഇരിക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് അവർ രണ്ടാളും വർത്താനം ഉണ്ടാവും. അങ്ങനെ ഒരാൾ വല്ലാതെ ദേഷ്യപ്പെട്ടു മറ്റേ ആളോട്. ഇത് കണ്ടതും മറ്റോന്റെ മുഖം ഇങ്ങനെ ചുവന്ന് തുടുത്തിങ്ങനെ ദേഷ്യത്തിൽ മറുപടി പറയാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നീ ലാ അലമു കലിമ, തീർച്ചയായും എനിക്കൊരു കലിമത്ത് അറിയും. ലൗ ഖാലഹ ലദഹബ അൻഹു മാ യജിദ്, അതൊരാൾ പറയുകയാണെങ്കിൽ ഇപ്പൊ വന്നിട്ടുണ്ടല്ലോ അതൊക്കെ പോയിക്കോളും. ലൗ ഖാല അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞാൽ മതി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞാൽ മതി, എന്നാ എനിക്കിപ്പോ വന്നൊക്കെ പോയിക്കോളും. കാരണം ഇന്നൽ ഗളബ മിനശ് ശൈത്താൻ, ദേഷ്യം എന്നുള്ളത് പിശാചിൽ നിന്നാണ്. ദേഷ്യം എന്നുള്ളത് പിശാചിൽ നിന്നാണ്. അപ്പൊ ആ പിശാചിൽ നിന്ന് രക്ഷ തേടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ദേഷ്യം വരുമ്പോ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയണം. അത് പറയുന്നേ വേണം. കാരണം ശൈത്താന്റെ ആ ഒരു പ്രവർത്തനം അവിടുന്ന് ഇല്ലാതാകാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിൽ തന്നെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഔൻ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ ചരിത്രം നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹം ആരോടും ദേഷ്യപ്പെടാറില്ല. ഇനി അദ്ദേഹത്തോട് ആരെങ്കിലും ഇങ്ങോട്ട് ദേഷ്യപ്പെടാന്ന് വിചാരിച്ചു, ഇങ്ങോട്ട് ദേഷ്യപ്പെടുകയാണെങ്കിൽ ഉടനെ അദ്ദേഹം പറയാൻ എന്താ പറയും? ബാറക്കല്ലാഹു ഫീക്ക് എന്ന് പറയും. ബാറക്കല്ലാഹു ഫീക്ക്, അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് നൽകട്ടെ, അല്ലെ? ആ ഒരു വാക്ക് നമ്മളോട് ഒരാൾ ഇങ്ങനെ ചൂടാകാണ്, അപ്പൊ നമ്മൾ പറയണം ബാറക്കല്ലാഹു ഫീക്ക്, അള്ളാഹ് നിങ്ങൾക്ക് പ്രതിഫലം തരട്ടെ. പിന്നെ നമ്മൾ പറയും, പിന്നെ അയാൾ പറയില്ലല്ലോ, പിന്നൊന്നും പറയില്ല. കാരണം എന്താ? നമ്മൾ അങ്ങോട്ട് ബർക്കത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണത്. ശരിക്ക് അയാളുടെ ശരീരത്തിലുള്ള ശൈത്താൻ അല്ലെങ്കിൽ അയാളിൽ ഇടപെട്ടുകൊണ്ടാണല്ലോ അയാൾ എന്ത് ചെയ്യണത്? ആ ദേഷ്യം വെക്കണത്. അപ്പൊ ഇവിടുത്തെ ശൈത്താൻ നമ്മളെ മൂപ്പിക്കും. പക്ഷെ നമ്മൾ ഉടൻ എന്താ പറയേണ്ടത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പറഞ്ഞു. എന്നിട്ട് അയാളെ കേൾപ്പിച്ചുകൊണ്ട് നമ്മൾ പറയാണ് ബാറക്കല്ലാഹു ഫീക്ക്, അള്ളാഹു നിങ്ങൾക്ക് ബറക്കത്ത് നൽകട്ടെ. ഇത് പറഞ്ഞാൽ പിന്നെ അയാൾ ചൂടാകുമോ? പിന്നെ അയാൾ ദേഷ്യപ്പെടുവോ? ഇല്ലല്ലോ. ഞാൻ പറയണ മനസ്സിലാവണില്ല നിങ്ങൾക്ക്? ഒക്കെ ഉറങ്ങിയോ? മനസ്സിലാവണില്ലേ? ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇടയ്ക്കൊന്ന് ഇങ്ങനെ ഒന്ന് ഇടപെടുത്തുക കേട്ടോ. ഓക്കെ. അപ്പൊ പറഞ്ഞു വന്നത്, പിശാചിൽ നിന്ന് നമ്മൾ രക്ഷ തേടണം. ഒന്നാമത്തത് മനസ്സിനെ നിയന്ത്രിക്കുക. രണ്ടാമത്തത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പറയാ. ഇനി അവർ ഇങ്ങോട്ട് ദേഷ്യപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യുക? ബാറക്കല്ലാഹു ഫീക്ക് എന്ന് അങ്ങോട്ട് പറയാം. ആ ഒരു അവസ്ഥയിൽ നമ്മൾ ഉണ്ടാവണം. ഇനി മൂന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചാല് മൗനം അവലംബിക്കുക. മൗനം അവലംബിക്കുക. വ ഇദാ ഗളിബ അഹദുക്കും ഫൽയസ്കുത്, നിങ്ങൾ ആരെങ്കിലും ദേഷ്യം വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? മൗനം അവലംബിക്കണം, മിണ്ടാതക്ക്. അവിടെ പിന്നെ സൈക്കോളജിയിൽ നമ്മൾ ആധുനിക സൈക്കോളജി നോക്കിക്കഴിഞ്ഞാൽ ഈ ആംഗ്രി, അതായത് ദേഷ്യം നിയന്ത്രിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ പെട്ടതാണ് ഡിസ്റ്റൻസ് എന്ന് പറയും. ചില ഡികളെ കുറിച്ച് പറയും, ഡ്രിങ്കിങ് വാട്ടർ, ഡിസ്റ്റൻസ് എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളുണ്ട്. അതിൽ പെട്ട ഒന്നാണ്, ഒരാൾക്ക് വല്ലാതെ ദേഷ്യം വരികയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം എന്നറിയോ? അകന്ന് നിൽക്കണം. അകന്ന് നിൽക്കുക. എന്താ ഈ അകന്ന് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? മിണ്ടാതെക്കുക അല്ലെങ്കിൽ അകന്ന് നിൽക്കുക. ഒരാൾ ചെയ്യുന്നൊരു പ്രവർത്തനം നമുക്ക് വല്ലാതെ ദേഷ്യം ഉണ്ടാക്കി, അയാളുടെ വാക്ക്, നമ്മൾ ഇനി അവിടെ നിന്നാൽ നമ്മൾ എന്തായാലും മറുപടി പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? നിങ്ങൾ പറയും, ഞാൻ ഒരു മിനിറ്റ് ഞാൻ അപ്പം ഒന്ന് വരാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഒന്ന് ബാത്റൂമിൽ പോകുക അല്ലെങ്കിൽ റൂമിൽ പോയി കുറച്ച് നേരം ഇരിക്കുകയും ചെയ്യും. നമ്മൾ അപ്പം അവിടെ നിൽക്കുകയാണെങ്കിൽ എന്തായാലും പറയും. അവിടെ നമ്മൾ നിന്നാൽ എന്തായാലും മറുപടി പറയും. കാരണം കുറേ നേരം ഇവർ പറയാൻ തുടങ്ങിയിട്ട് ഇനി ഞാൻ ക്ഷമിച്ചിക്കൂല എന്ന് പറയും. അപ്പൊ നമ്മൾ ഇനി അവിടെ നിന്നതിനെ വർത്താനം പറയും എന്നാണെങ്കിൽ നമ്മൾ മെല്ലെ അവിടെ നിന്ന് മാറിക്കുക, ഒന്ന് മാറി നിൽക്കുക, ആ ഒരു സദസ്സിൽ നിന്ന് മാറി നിൽക്കുക. അവിടെയാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചില കാര്യങ്ങൾ. നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിൽക്കുകയാണെങ്കിൽ ഇരിക്കണം, ഇരിക്കുകയാണെങ്കിൽ കിടക്കണം, അല്ലെ? ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലേ? നമ്മളാണെങ്കിലോ കിടക്കുകയാണെങ്കിൽ ഇരിക്കും. എന്താ അവള് പറഞ്ഞേ? എന്നെ കുറിച്ചാ പറഞ്ഞേ? ഇരിക്കുകയാണെങ്കിൽ ചാടിയാണ് നീക്കും. ഇന്ന് അതിന് രണ്ട് മറുപടി കൊടുത്തിട്ടേ കാര്യമുള്ളൂ, അല്ലെ? അപ്പൊ ശൈത്താൻ സന്തോഷിക്കും. ശൈത്താൻ ആഗ്രഹിക്കുന്നതാണ്. പക്ഷെ നമ്മൾ ചെയ്യേണ്ടതോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ആയിരിക്കണം. പഠിപ്പിച്ചതുപോലെയാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. അതല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? നമ്മൾ ദേഷ്യപ്പെട്ടുകൊണ്ട് പലതും നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. അപ്പൊ ഇവിടെ മൗനം അവലംബിക്കുക, മിണ്ടാതെ നിൽക്കുക എന്നുള്ളത് വലിയ ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക, അതായത് കുറച്ചൊന്ന്
മാറി നിൽക്കുക ആ ഒരു സദസ്സെന്ന്. ചിലപ്പോൾ ഭർത്താവാണെങ്കിൽ അവിടുന്ന് മാറിക്കുക, അല്ലെങ്കിൽ ഭാര്യയാണെങ്കിൽ തൽക്കാലം ഒന്ന് റൂമിലേക്ക് മാറുക. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യണം? വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അടക്കം പാലിക്കുക എന്നാണ്. അടക്കം പാലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നേരത്തെ പറഞ്ഞത്, ഇദാ ഗളിബ അഹദുക്കും വഹുവ ഖായിമുൻ ഫൽയജ്ലിസ്. നിങ്ങൾ നിൽക്കുന്നവനാണെങ്കിൽ നിങ്ങൾ ഇരിക്കണം. ഫൈൻ ദഹബ അൻഹു അൽ ഗളബ് വഇല്ല ഫൽയൽതജി. എന്നിട്ടും അവന് ദേഷ്യം പോണില്ല എങ്കിൽ എന്ത് ചെയ്യണം? അവന് കിടക്കട്ടെ, അവിടെ കിടക്കുക. അപ്പൊ എന്ത് ചെയ്യും? കുറച്ചു നേരം ഇങ്ങനെ റെസ്റ്റ് ആകുമ്പോൾ ഒന്ന് അടങ്ങിയിരുന്നാൽ തന്നെ എന്ത് ചെയ്യും? ഇതൊക്കെ പോകും. നമ്മളിവിടെ അങ്ങനെ എന്ത് ചെയ്യാണ്? തിരിച്ചൊന്ന് പറഞ്ഞാലേ, ഇത് പൊതുവെ നമ്മുടെ ഒരു ധാരണ പെശക് കൂടി പറയട്ടെ. നമ്മൾ രണ്ട് പറഞ്ഞാലേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? വിജയിക്കുള്ളൂ. നമ്മൾ പറഞ്ഞാലേ വിജയിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ തോറ്റു എന്ന് നമ്മളെ മനസ്സ് ഇങ്ങനെ മന്ത്രിച്ചുകൊണ്ടിരിക്കും. അത് ഓര് പറയാനുള്ളതൊക്കെ പറഞ്ഞു, നമ്മളൊന്നും പറഞ്ഞില്ല, ഞാന് ശരിക്കും തോറ്റുപോയി. അതാണ് പ്രശ്നം. അങ്ങനെ തോൽക്കല്ലേ ശരിക്കും ചെയ്യണം. നമ്മൾ വിജയിക്കേണ്ടത് അള്ളാന്റെ അടുക്കലല്ലേ. ഇവിടെ നാലാളെ മുന്നിൽ വിജയിക്കാനല്ലേ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, അള്ളാന്റെ മുന്നിൽ വിജയിക്കാനും. അള്ളാന്റെ മുന്നിൽ നമുക്ക് ജയിക്കണമെങ്കിൽ ഇവിടെ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യണ്ട? ഈ പരാജയപ്പെട്ടു എന്ന് സമ്മതിക്കേണ്ടി വരും. ആയിക്കോട്ടെ, ശരി, നിങ്ങൾ പറഞ്ഞ പോലെ എന്താ ആയിക്കോട്ടെ, നമ്മളെ ബാധിക്കണില്ലല്ലോ. അത് നമ്മളെ ബാധിക്കണുണ്ടോ? നമ്മളൊന്നും ബാധിക്കണില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. അവിടെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളെടുത്തൊരു പിഴവ് വന്നു തന്നെ വിചാരിക്കും. ഈ ദേഷ്യം വരുമ്പോൾ മറ്റുള്ളവർ ചെയ്യണതും മറ്റുള്ളവർ പറയുന്നതും നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളതാണല്ലോ പറഞ്ഞത്. നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കുക, അതുകൊണ്ടാണല്ലോ നമ്മൾ പ്രതികരിക്കണേ. നമ്മൾ ആലോചിക്കേണ്ടത്, നമുക്ക് ചില കാര്യങ്ങളിൽ നമ്മുടെ മക്കൾ ഒരു തെറ്റ് ചെയ്തു. എല്ലാവരും ശ്രദ്ധിക്കുക, ഉമ്മമാരെ ശ്രദ്ധിക്കുക. നമ്മുടെ മക്കള് ഒരു തെറ്റ് ചെയ്തു, ചെയ്യാൻ പാടില്ലാത്ത ഒരു തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ പറയാൻ പാടില്ലാത്തൊരു വാക്ക് പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഉമ്മ എന്ന നിലക്ക് നമുക്ക് ദേഷ്യപ്പെടും, നമുക്ക് ദേഷ്യം വരാം. ഉടനെ നമ്മൾ ആലോചിക്കേണ്ട എന്താ അറിയോ? ഞാനിപ്പോ എന്റെ ജീവിതത്തിൽ ഞാനാണിത് പറഞ്ഞതെങ്കിൽ, അറിവില്ലായ്മ കൊണ്ട് ഞാനൊരു വാക്ക് പറഞ്ഞാൽ, എന്റെ മുതിർന്ന ഒരാള് എന്നെ തല്ലണം എന്നാണോ ഞാൻ ആഗ്രഹിക്കുക? അതല്ല, എനിക്കത് ഗുണകാംക്ഷയോടുകൂടി പറഞ്ഞു തരണം എന്നാണോ ഞാൻ ആഗ്രഹിക്കുക? ഏറ്റവും സിമ്പിളായിട്ട് പറയാം, നിങ്ങളടുത്ത് ഒരു തെറ്റ് വന്നു, ഈ കൂട്ടത്തിലെ ഒരാളടുത്ത് ഒരു തെറ്റ് വന്നു എന്ന് വിചാരിക്കുക. 243 ആളുണ്ട്. ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാം? അവരുടെ പേര് വിളിച്ചിട്ട് പറയാം, നിങ്ങൾ എന്താണത്, എന്താണ് എത്ര പോന്നില്ല നിങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തിന് ഞങ്ങളോട് പറയാം. അതാണോ നിങ്ങൾക്കിഷ്ടം? അതല്ല, നമ്മളിവിടെ വളരെ നിങ്ങളെ പരിഗണിച്ചുകൊണ്ട് നമ്മുടെ ഇന്ന ഒരു സ്ഥാൻ്റെ അടുത്ത് ഒരു ചെറിയൊരു പ്രശ്നം എന്തോ വന്നിട്ടുണ്ട് തോന്നുന്നുണ്ട്. ചിലപ്പോൾ അറിയാതെ വന്നതായിരിക്കാം, അറിയാതെ ചിലപ്പോൾ സംഭവിച്ചതായിരിക്കാം. എന്തായിരുന്നാലും നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കണട്ടില്ലേ? എന്നിങ്ങനെ അത് നിങ്ങളെ നന്മക്ക് വേണ്ടിയിട്ടാണ് പറയണത് എന്ന ആ ഒരു ഗുണകാംക്ഷയിൽ പറയാം. ഇതിൽ ഒന്നാമത്തെയാണോ രണ്ടാമത്തെയാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്? ഒന്ന് പറയോ. ഒന്നാമത്തെയാണോ രണ്ടാമത്തെയാണോ? രണ്ടാമത്തത്. ഉറപ്പല്ലേ? എല്ലാവരും ആഗ്രഹിക്കണം എന്താ? രണ്ടാമത്തെ ആവണം. അതായത് നിങ്ങൾക്കൊരു പിഴവ് വന്നാൽ, നിങ്ങൾക്കൊരു പിഴവ് പറ്റിയാൽ, മറ്റൊരാള് നമ്മളോട് എങ്ങനെ പെരുമാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ, നമുക്ക് എങ്ങനെ നമ്മളെ ഉപദേശിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ, എങ്ങനെ നമ്മളെ ഗുണദോഷിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ, അതുപോലെ നമ്മൾ മറ്റുള്ളവരോടും പറയും. അത്രേ ഉള്ളൂ. ഏറ്റവും സിമ്പിളാണ്, ഏറ്റവും സിമ്പിളാണ്. അപ്പൊ ഞാൻ എൻ്റെ ചില ക്ലാസ്സുകളിൽ എടുക്കുന്ന ചില കോഴ്സുകളുണ്ട്. ആ കോഴ്സുകളിൽ ചിലപ്പോഴൊക്കെ ഇങ്ങനത്തെ ചില ചോദ്യങ്ങൾ വരും, പ്രത്യേകിച്ച് പാരന്റിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുമ്പോൾ, കുട്ടി അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. ചില ആളുകൾ, ചില രക്ഷിതാക്കൾ തന്നെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞാൽ തീരെ അനുസരിക്കൂല, എൻ്റെ മോന് തീരെ അനുസരിക്കൂല. എന്നോട് ഈ കുറച്ച് മുമ്പ് ഒരു ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞ ഒരു പരാതിയായിരുന്നു, എൻ്റെ മോന് തീരെ പറഞ്ഞാൽ അനുസരിക്കണില്ല, നിങ്ങളൊന്ന് ഇടപെടുമെന്ന് ചോദിച്ചു. അപ്പം ചോദിച്ചു, എന്താണ്, നിങ്ങളൊരു ഉദാഹരണം പറയുമെന്ന് ചോദിച്ചു. പറഞ്ഞു, സ്കൂളിട്ട് വന്നിട്ട് ഈ സമയം വരെയിട്ട് അവനോട് ഞാൻ എത്ര വട്ടം കുളിക്കാൻ പറഞ്ഞു എന്നറിയും, എന്നിട്ട് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, അവൻ കുളിച്ചിട്ടില്ല. ഈ ഉമ്മ പറയണം. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എത്ര വട്ടം പറഞ്ഞു? ഞാനൊരു 10-ലേറെ തവണ പറഞ്ഞു. 10-ലേറെ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുമിച്ചല്ലല്ലോ പറയാ. ഒരുമിച്ച് പോയി കുളിക്കേ, പോയി കുളിക്കേ, പോയി കുളിക്കേ, പോയി കുളിക്കേ, ഇങ്ങനെ അറിയില്ലല്ലോ. ഒരുമിച്ചല്ല. ആദ്യം ഒന്ന് പറയും, പിന്നെ പോവും, ഒരു 10 മിനിറ്റ് ആയിട്ട് വീണ്ടും വരും, പിന്നെയും പറയും, പിന്നെയും പോകും, പിന്നെ 10 മിനിറ്റ് ആയിട്ട് വീണ്ടും വരും. അല്ല, എങ്ങനെയാണല്ലോ പറയാ. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ
10 തവണ പറയുന്നതിനാണോ കൂടുതൽ സമയം, അതല്ല നിങ്ങൾ ഇവിടെ വന്ന ഞാനൊന്ന് കുളിപ്പിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ആ 4 വയസ്സുള്ള അല്ലെങ്കിൽ 5 വയസ്സുള്ള കുട്ടിനെ പിടിച്ചിട്ട് നേരെ ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് അവരെ കുളിപ്പിക്കലാണ്? ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ട് ആകുന്നതും ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്? ഏതായിരിക്കും? ഒന്നാമത്തെയാണോ രണ്ടാമത്തെയാണോ? ആ കുട്ടിനോട് ഇങ്ങനെ പറയലാണോ അതല്ല പ്രവർത്തിക്കലാണോ? ഞാൻ പറയും അല്ലെ? അവരെന്ത് ചെയ്യുക? ആ ഒരു കാര്യം, അതായത് ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടുപോയി കുളിപ്പിക്കുക എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത്രേ ഉള്ളൂ. ചില കാര്യങ്ങളൊക്കെ നമ്മൾ കൽപ്പിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. കൽപ്പനക്കപ്പുറത്തേക്ക് പ്രവർത്തനത്തിനാണ് സമയം കണ്ടെത്തേണ്ടത്. അപ്പൊ കുറെ കാര്യങ്ങൾ ഇനി ഇവിടെ ഒരു കാര്യം കൂടി പറയാം. നിങ്ങൾ എല്ലാവരും സ്ത്രീകളാണ്, ഭാര്യമാരാണ്. പല സ്ത്രീകളും പറയാൻ എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞ എന്റെ ഭർത്താവ് അനുസരിക്കണം എന്നല്ലാതെ. ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോളിയും, 100ൽ 99 ഭർത്താക്കന്മാരും ഭാര്യ പറഞ്ഞത് അനുസരിക്കൂല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരുടെ ഉള്ളിലുള്ള ഒരു ഈഗോ ഉണ്ട്. ഓള് പറഞ്ഞത് ഞാൻ അനുസരിക്കുക ഇല്ലല്ല. അതായത് നിങ്ങള് പിന്നെ ഭർത്താവ് തീരെ നിസ്കരിക്കാത്ത ഒരാളാണെന്ന് വിചാരിക്കും. അയാൾ എന്ത് ചെയ്യുക? കുളിച്ച് മാറ്റി ഇങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റുമ്പോൾ നിങ്ങൾ എങ്ങട്ടാ? ഞാൻ പള്ളിക്ക. ആ ആ ആ നിങ്ങൾ പള്ളിക്ക, ഞാൻ നിങ്ങളൊന്ന് ഉപദേശിക്കാൻ വേണ്ടിക്കായിരുന്നു. എന്തായാലും നിങ്ങൾ പള്ളിയിൽ പോകല്ലേ, പോയിക്കോളി, നല്ല വിട്ടായിട്ട് പോയി വരും. അത് പറഞ്ഞാണ്ടല്ലോ ആ പോകാൻ നിന്ന ആൾ അവിടെ ഇരിക്കും. നജ്ജ് പറഞ്ഞാൽ ഞാൻ പോകൂല. അതായത് പൊതുവെ ഭർത്താവിന്റെ ഉള്ളിലുള്ള ഒരു ഈഗോ വർക്ക് ചെയ്യും. അത് വെച്ചാൽ ഭാര്യ പറഞ്ഞാൽ അനുസരിക്കേണ്ട ആളല്ല ഭർത്താവ്. ഈ ഒരു തെറ്റായ ധാരണ ഈ പറയപ്പെട്ട ആളുകൾക്കിടയിലുണ്ട്. എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയണത്, ഒട്ടുമിക്ക ആളുകളിലും അങ്ങനെ ഉണ്ടാകാം. അപ്പൊ അവിടെ എന്താ വെച്ചാൽ ചില ഭാര്യമാരൊക്കെ പറയും, ഉസ്താദേ ഞാൻ കുറേ കാലമായിട്ട് എൻ്റെ ഭർത്താവിനെ ഉപദേശിക്കുന്നുണ്ട്, എന്നിട്ടും മൂപ്പര് നേരായില്ല. അപ്പൊ ഞാൻ എന്താ പറയില്ല അറിയോ? നിങ്ങൾ എത്ര കാലമായി ഉപദേശിക്കാൻ തുടങ്ങിയിട്ട്? 10 കൊല്ലായി. എന്നിട്ടൊരു മാറ്റമല്ല, ഒരു മാറ്റമല്ല. നിങ്ങൾ ഇനി ഉപദേശിക്കണ്ടെന്ന് അറിയാം. നിങ്ങൾ ഉപദേശിക്കണ്ട. കാരണം ഉപദേശിക്കുക എന്നുള്ളത്, പ്രത്യേകിച്ച് നമ്മുടെ കീഴിലുള്ള ഒരാൾ നമ്മളെ ഉപദേശിക്കുക എന്നുള്ളത് നമ്മൾ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യൂല. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാം. നിങ്ങളെ കുട്ടി ഒരു വെക്കേഷൻ ക്ലാസ്സിന് പങ്കെടുത്തു, അല്ലെങ്കിൽ ഏതോ ഒരു ഖുറാൻ ക്ലാസ്സിന് പോയി, നിങ്ങൾ പോയിട്ടില്ല. നിങ്ങൾ ആ കുട്ടി എന്നിട്ട് എന്ത് ചെയ്യണം? കേട്ടിട്ട് വന്നിട്ട് നിങ്ങളോട് പറയണം, ഉമ്മ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒന്നല്ല കേട്ടോ, നിങ്ങൾ കുറച്ച് മാറണം, നിങ്ങൾക്ക് കുറച്ച് ഉപദേശം ഞാൻ തരാം, ഞാൻ പറഞ്ഞ പോലെ നടന്നോളി എന്ന് നിങ്ങളെ കുട്ടി, നിങ്ങളെ മകനോ മകളോ നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? നമ്മളത് ആക്സെപ്റ്റ് ചെയ്യൂ? അത് നമ്മൾ ഉടനെ എന്താ പറയുക? ഇജിപ്പോണ്ട് വന്നിട്ട് ഒരു ക്ലാസ് ഉണ്ട് കേട്ടപ്പോഴേക്ക് ഇന്നെ ഉപദേശിക്കുക, ഇതൊന്ന് പോയി പണിയിക്കുക, ഇനി എൻ്റെ അടുത്ത് എന്തെങ്കിലും ഞാൻ കാണിച്ചു തരാം കേട്ടോ, അന്നെ ഞാൻ കാണിച്ചു തരാം എന്ന് നമ്മൾ പറയാം. ഒട്ടുമിക്കതും ആക്സെപ്റ്റ് ചെയ്യും എന്ന് പറയുന്നവരുടെ കാര്യത്തിൽ പോലും ഞാൻ പറയുന്നു, 100% നമ്മളത് ആക്സെപ്റ്റ് ചെയ്യൂല. എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയണത്, ഒരു ഒട്ടുമിക്ക വിഷയങ്ങളിലും നമ്മളത് പിന്നിലേക്ക് പോകും. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു പ്രശ്നമുണ്ട്. പൂർണ്ണമായിട്ടല്ല ഞാൻ പറയണത്, ചിലതൊക്കെ നമ്മൾ സ്വീകരിക്കും. വല്ലാതെ നമ്മുടെ പിന്നാലെ നടന്നിട്ട് ഇങ്ങനെ അത് ചെയ്യും, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, നിങ്ങൾ അങ്ങനെ ചെയ്യണം, അവിടെ നിങ്ങൾ ഇങ്ങനെ ആക്കണം, ഇങ്ങനെ ആക്കണം എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ സ്വീകരിക്കാത്ത ഒരു അവസ്ഥയാണ് ഉണ്ടാവാറുള്ളത്. ഞാനിത് കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല, പൊതുവെ അതാണ് നമ്മുടെ മനസ്സ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട്, 5ാമത്തെ കാര്യം കൂടി പറയാം. വുളു എടുക്കുക എന്നുള്ളത്. പിശാചിനെ സൃഷ്ടിച്ചത് തീ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് വല്ലാതെ ദേഷ്യം വരികയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? വുളു എടുക്കുക എന്നുള്ളതാണ്. വുളു എടുത്തിട്ടും അയാൾക്ക് ദേഷ്യം പോണില്ല എങ്കിൽ അയാൾ കുളിക്കന്നെ വേണം. ഇതിൽ തന്നെ ആധുനിക സൈക്കോളജി പറയുന്നത്, ഒരാൾക്ക് വല്ലാതെ ദേഷ്യം വരികയാണെങ്കിൽ അയാൾ വേഗം ചെയ്യേണ്ട കാര്യമാണ് ഡ്രിങ്കിങ് വാട്ടർ. ഞാൻ നേരത്തെ ഡി എന്ന് പറഞ്ഞല്ലോ, ഡിസ്റ്റൻസ് ഡ്രിങ്കിങ് വാട്ടർ എന്നൊക്കെ പറയുന്നത്, അതിൽ പെട്ടെന്നാണത്. വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുമ്പോൾ നമ്മളൊന്ന് കൂളാകും. നമ്മൾ പൊതുവെ ദേഷ്യപ്പെടുന്നതിന് തന്നെ പറയുന്ന ഒരു പ്രയോഗം എന്താണ്? ചൂടാകുക എന്ന് പറയാം. ഓൻ ചൂടനാണ്, ഓൻ ചൂടാകും, അയാൾ പെട്ടെന്ന് ചൂടായി എന്ന് പറയും. ചൂട്, ഹോട്ട് അല്ലെ? ആ ഹോട്ടിനെ തണുപ്പിക്കണമെങ്കിൽ, കൂളാക്കണമെങ്കിൽ വെള്ളം വേണം. നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അഡ്രിനാലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ എന്ത് ചെയ്യും? കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ വല്ലാതെ ഈ ദേഷ്യമുള്ള സമയത്ത് വല്ലാതെ ദേഷ്യപ്പെടുന്ന ആളുകൾ എന്തും എടുത്ത് പൊട്ടിക്കണൊക്കെ കണ്ടിട്ടുണ്ടാവുള്ളൂ. ചിലപ്പോൾ ഗ്ലാസ്സിലൊക്കെ കൊണ്ടുപോയിട്ട് ഇട്ടിക്കും. അപ്പൊ അയാൾ ചിന്തിക്കണമൊന്നുമില്ല, അയാളെ പിന്നെ ബോധമനസ്സൊക്കെ പോയി. പിന്നെ കയ്യിൽ മുറിവായാലും ഒന്നും അറിയില്ല. ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെയാണ് അയ്യോ കയ്യൊക്കെ ആകാതായാലോ എന്ന് അറിയിക്കുക.
കാരണം എന്താ വെച്ചാൽ ആ സമയത്ത് അവർ പലതുകൊണ്ട് ചെയ്യും. ഈ അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ ശരീരം വല്ലാതെ ഹോട്ടാകുകയും വല്ലാതെ പ്രതികരണം നടത്തുകയും ചെയ്യും. അപ്പൊ അത് കുറക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത്, വെള്ളം കുടിക്കുക, അതേപോലെ തന്നെ വുദു എടുക്കുക. എന്നിട്ടൊന്നും ആവണില്ലെങ്കിൽ പോയിട്ട് ഡ്രസ്സ് മാറി ഷവറിന്റെ ചോട്ടിൽ പോയി ഇങ്ങനെ നിൽക്കുക. ചില ആളുകൾക്ക് അത്രയും ദേഷ്യമുള്ള ആളുകളുണ്ടാവും, അല്ലാതെ ദേഷ്യപ്പെടുന്ന ആളുകൾ, കിട്ടിയതൊക്കെ എടുത്ത് വലിച്ചെറിയുന്ന ആളുകൾ. ചിലപ്പോൾ വലിയ ഫോണായിരിക്കും, നല്ല വില കൂടിയ ഫോണായിരിക്കും, ഒന്നും നോക്കൂല, എടുത്ത് വലിച്ചെറിയും. കുട്ടികളെ പിടിച്ചെറിഞ്ഞു എന്നൊക്കെ കേട്ടില്ല നിങ്ങൾ? കുട്ടിയെ പിടിച്ച് തല ചുമരിൽ കൊണ്ടേ അടിച്ചു. ഏതെങ്കിലും രക്ഷിതാവ് ചെയ്യോ? ഇല്ലാന്ന് നമ്മൾ പറയാം. പക്ഷെ ദേഷ്യം വരുമ്പോഴോ ചെയ്യും. നമ്മളും ചെയ്യുവേ. വല്ലാതെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്രയോ സ്നേഹത്തോടു കൂടി കാണുന്ന നമ്മളെ മക്കളെ നമ്മൾ തല്ലണില്ലേ? ചില സമയത്ത് നമുക്ക് എന്താണ് കിട്ടിയതെടുത്തടിക്കും, കിട്ടിയതെടുത്തടിക്കും. എന്തെന്നൊന്നുമില്ല, എന്താണോ കൈ കിട്ടിയത് അത് എടുത്തിട്ടിരിക്കും. അതൊക്കെ ദേഷ്യത്തിൽ നിന്നുണ്ടാകണമെന്നാണ്. അപ്പൊ അതൊക്കെ എന്താന്ന് വെച്ചാൽ നമ്മുടെ ബന്ധങ്ങളെ ഇല്ലാതാക്കുന്ന, നമ്മുടെ വ്യക്തിബന്ധങ്ങൾ നശിപ്പിക്കുന്ന ഒരു വലിയ ഒരു ഗൗരവപ്പെട്ട ഒരു തിന്മയാണ് ശരിക്ക് ഈ ദേഷ്യം എന്ന വികാരം. അതിനെക്കുറിച്ചാണ് നമ്മൾ ചെറിയ രൂപത്തിൽ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി വല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം. പിന്നെ നമ്മൾ പല ക്ലാസ്സുകളും നടത്താറുണ്ട്. സാന്ദർഭികമായിട്ട് പറയാണ്, എൻ്റെ ഒരു അക്കാദമിയാണ് സാദ് ഓൺലൈൻ അക്കാദമി എന്നുള്ളത്. കുട്ടികൾക്കുള്ള മദ്രസ. അപ്പം ഇന്ന് ഒരു ക്ലാസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. കുട്ടികളുടെ റമദാൻ എന്നുള്ളതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയായിരിക്കണം കുട്ടികൾക്ക് മാത്രമായിട്ട് അവരുടെ റമദാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഓൾറെഡി നമ്മൾ നടത്തുന്ന കുറേ കോഴ്സുകളുണ്ട്. ഞാൻ സാന്ദർഭികമായിട്ട് പറയാണ്, കുറേ കോഴ്സുകളുണ്ട്. അതിലിപ്പോൾ സനാമുൽ ഖുർആൻ എന്ന് പറയുന്ന സൂറത്തുൽ ബക്കറ പഠിപ്പിക്കുന്ന കോഴ്സ് ഉണ്ട്. ഏകദേശം ഒരു 5 മാസത്തോളമായി തുടങ്ങി. അത് ഇൻഷാ അല്ലാഹ് ഇനി റമദാൻ കഴിഞ്ഞാൽ അതിന്റെ 2ാമത്തെ ബാച്ച് ആരംഭിക്കും. ഒരു വർഷം കൊണ്ട് സൂറത്തുൽ ബക്കറ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ പിന്നെ മദ്രസ എന്നുള്ള നിലക്ക് തന്നെ ഓൺലൈൻ മദ്രസകൾ നടക്കുന്നുണ്ട്. ഓൺലൈൻ ഹിഫ്ള് സംരംഭങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പിന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം. ഏതായിരുന്നാലും നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് എന്ത് ചെയ്യുക, ജീവിതത്തിൽ പകർത്തുക. അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കുക. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ചെറിയ രൂപത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ശരിക്കത് കൗൺസിലിംഗ് നടത്തുന്നത് പോലെ നടത്തേണ്ട ചില കാര്യങ്ങളാണ്. പിന്നെ ഇവിടെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്, എത്ര കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാലും മക്കളോട് ദേഷ്യപ്പെട്ടു പോകും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആ മക്കൾ എൻ്റെ കീഴിലാണ് എന്ന ചിന്തയാണ് നമ്മൾ മാറ്റേണ്ടത്. കാരണം വേറെ ആര് നമ്മളോട് ദേഷ്യപ്പെട്ടാലും നമ്മൾ ദേഷ്യപ്പെടൂലല്ലോ. ഒരു നാട്ടുകാരൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരാൾ വല്ലാതെ നമ്മളോട് ചൂടായാൽ പോലും നമ്മൾ എന്ത് ചെയ്യൂല, പരമാവധി ക്ഷമിക്കുക ചെയ്യുക. കാരണം എന്താ, അത് വേറൊരാളാണല്ലോ എന്നാണ്. പക്ഷെ മക്കളുടെ വിഷയത്തിൽ നമ്മൾ എത്തുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇൻ്റെതാണ്, എനിക്ക് എത്ര വേണമെങ്കിലും എന്ത് ചെയ്യാം, ദേഷ്യപ്പെടാമെന്നുള്ള ആ ഒരു ചിന്തയാണ് നമ്മൾ മാറ്റേണ്ടത്. അതാണ് ഞാൻ നേരത്തെ എന്ത് ചെയ്തത്, സൂചിപ്പിച്ചത്. ഓക്കെ, ഇനി ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. എങ്ങനെയാണ് ഇവിടെ ചോദിക്കലുണ്ടോ അതല്ല ടൈപ്പ് ചെയ്യാനാണോ? ഇവിടെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, അത് ഞാൻ മറുപടി തന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. ഓക്കെ, ഇന്ന് വേറൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ബാക്കി ടീച്ചേഴ്സ് സൂചിപ്പിക്കും. അള്ളാഹു നമ്മുടെ ഒരുമിച്ച് കൂടൽ സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ അർത്ഥത്തിലും നന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ.